എല്ലാവർക്കും ഹിന്ദിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന പാഠഭാഗത്തിൻ്റെ പേരാണ് വിചിത്ര ജീവ്. വിചിത്ര ജീവ് എന്ന് പറഞ്ഞാൽ വിചിത്രമായൊരു ജീവി. നമുക്ക് ചിത്രത്തിലൊരു കുട്ടിയെ കാണാം. ഇവളുടെ പേരാണ് ഖുഷി. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ. ഖുഷി ഒരു ബോൾ, ഖുഷിയും ബോളും. അപ്പോൾ നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ ഖുഷിയുടെയും അതുപോലെ അവളുടെ ബോളിൻ്റെയും ഒരു ചെറിയ കഥയാണ് പഠിക്കുന്നത്. നമുക്ക് ചിത്രത്തിൽ കാണാം, ഖുഷി വളരെ സന്തോഷത്തോടു കൂടെ അവളുടെ ബോളിൻ്റെ കൂടെ കളിക്കുകയാണ്. അങ്ങനെ അവർ കളിച്ച് ഒരു താലാബിൻ്റെ അടുത്തെത്തുകയാണ്. താലാബ് എന്ന് പറഞ്ഞാൽ കുളം. കുളത്തിന് ഹിന്ദിയിൽ പറയുന്നത് താലാബ് എന്നാണ്. അപ്പോൾ നമ്മുടെ ഖുഷി എന്ത് ചെയ്തു? ആ ബോളിനെ കുളത്തിലേക്ക് എറിഞ്ഞു. അപ്പോൾ നമ്മുടെ പന്ത് പറയുകയാണ്, അതായത് ബോൾ പറയുകയാണ്, വാഹ് വാഹ് കിത്ന മസ, വാഹ് വാഹ് കിത്ന മസ. ഓ, എന്തൊരു രസമാണ്. പെട്ടെന്നാണ് നമ്മുടെ സുന്ദരക്കുട്ടനായിട്ടുള്ള ബോള് പേടിച്ചു പോയത്. കാരണം എന്താണെന്നറിയോ? അവന് കുളത്തിലുള്ള മറ്റു ജീവികളെല്ലാവരെയും കണ്ടു. മറ്റു ജീവികളെല്ലാം അവനെ തുറിച്ചു നോക്കുകയാണ്. കാരണം എന്താ? അവരാരും ഇതുവരെ നമ്മുടെ ബോളിനെ കണ്ടിട്ടില്ല. അപ്പോൾ അവർക്കൊക്കെ ഒരു സംശയം, ഇതേതാ ഒരു പുതിയ ജീവി? അപ്പോൾ അത് കണ്ടിട്ട് എല്ലാവരും അവനെ തുറിച്ചു നോക്കുകയാണ്. അപ്പോഴോ നമ്മുടെ ബോൾ ആകെ പേടിച്ചു പോയി. നമ്മുടെ ഖുഷിയാകട്ടെ വളരെ സങ്കടപ്പെട്ടു പോയി. കാരണം എന്താ? അവൾ ഒട്ടും കരുതിയിരുന്നില്ല ഈ ബോൾ കുളത്തിലിട്ടാൽ പിന്നെ അവൾക്ക് തിരിച്ചു കിട്ടില്ല എന്നാൽ അവൾ ആകെ സങ്കടപ്പെട്ടു പോയി. ഖുഷി ഉദാസ് ഹേ. ഖുഷി വളരെ സങ്കടത്തിലാണ്. ഉദാസ് എന്ന് പറഞ്ഞാൽ സങ്കടം. ഗോൾ ഹേ, ഇത് ഗോൾ ആണ്. ഗോൾ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ബോൾ മേ ഫൻസ് ഗയി. ചുണ്ട് ബോളിൽ കുടുങ്ങിപ്പോയി. ആരുടെ ചുണ്ടാണ് കുടുങ്ങിയത്? നമ്മുടെ കൊക്കിൻ്റെ ചുണ്ട് തന്നെ. ഹയ്യടാ, ഇത് കണ്ടിട്ട് ബാക്കി എല്ലാ ജീവികളും പേടിച്ച് വരണ്ടോടി. അപ്പോൾ നമ്മുടെ കൊക്കാകട്ടെ ബോൾ ചുണ്ടിൽ നിന്ന് എടുക്കാൻ കഴിയാത്ത സങ്കടത്തിൽ വളരെ പേടിച്ച് വരണ്ട് നിൽക്കുകയാണ്. ഭാഗോ ദോസ്തോ ഭാഗോ, एक विचित्र जीव. ഭാഗോ ദോസ്തോ ഭാഗോ, एक വിചിത്ര ജീവ്. അയ്യോ എൻ്റെ കൂട്ടുകാരെ, ഓടിക്കോളൂ ഓടിക്കോളൂ, ഒരു വിചിത്രമായ ജീവി എന്ന് പറഞ്ഞ് ബാക്കി എല്ലാ ജീവികളും നിലവിളിക്കുകയാണ്. നമ്മുടെ കൊക്കാകട്ടെ ആകെ പേടിച്ച് പറക്കുകയാണ്. ഇത് കണ്ട കുരങ്ങൻ ചേട്ടന് പറയുകയാണ്, യഹ് ദാന കഹാസേ. ഈ ധാന്യം എവിടെ നിന്നാണ്? ദാന എന്ന് പറഞ്ഞാൽ ധാന്യം. അപ്പോൾ നമ്മുടെ കുരങ്ങൻ ചേട്ടന് തോന്നുകയാണ് ഇതൊരു ധാന്യമാണെന്ന്. അപ്പോൾ ഈ ധാന്യം കണ്ട ഉടനെ കുരങ്ങൻ ചേട്ടന് നിൽക്കാൻ വയ്യ, അവൻക്ക് ആ ധാന്യം വേണം. അപ്പോൾ കുരങ്ങൻ ചേട്ടൻ പറയുകയാണ്, യഹ് മുജേ ധോ, ഇത് എനിക്ക് തരൂ. പെട്ടെന്നാണ് പന്ത് കയ്യിൽ നിന്നും തെന്നി മാറി നിലത്ത് വീണത്. അപ്പോൾ ഇത് കണ്ട് നമ്മുടെ കർഷകൻ ചേട്ടന് ഉറങ്ങുന്നിടത്ത് നിന്ന് എണീറ്റു. എന്നിട്ട് ആ പന്തിനെ എടുത്തു. കിത്തന സുന്ദർ ബോൾ, എന്തൊരു മനോഹരമായ ബോളാണിത്. യഹ് ഫസൽ കി രഖ്വാലി കരേങ്ക, ഇത് വിളകളെ സംരക്ഷിക്കും. ഫസൽ എന്ന് പറഞ്ഞാൽ വിളകൾ, രഖ്വാലി സംരക്ഷണം എന്നാണ് അർത്ഥം. കർഷകൻ ചേട്ടൻ വിളകളെ സംരക്ഷിക്കാനായിട്ട് ഈ പന്തിനെ ഉപയോഗിച്ചു. അപ്പോഴാണ് നമ്മുടെ ഖുഷി ഈ പന്ത് തോട്ടത്തിൽ നിൽക്കുന്നത് കാണുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഖുഷിയുടെ അച്ഛനായിരിക്കാം ആ കർഷകൻ ചേട്ടനെന്ന്. അപ്പോൾ ഖുഷി ഖുഷ് ഹോ ഗയി. ഇപ്പോൾ നമ്മുടെ ഖുഷിക്ക് വളരെ സന്തോഷമായി. നമുക്കിനി പാഠഭാഗത്തിലെ ഓരോ പ്രവർത്തനങ്ങളിലേക്കും കടക്കാം. രംഗ് ബരേലിഗെ, നിറം നൽകൂ എന്നിട്ട് എഴുതൂ. ചുവടെയായിട്ട് നമുക്ക് കുറച്ച് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ആ ചിത്രങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിന് നേരെയുള്ള ഡാഷിൽ അതിൻ്റെ പേര് നമ്മൾ എഴുതി ചേർക്കണം. അപ്പോൾ ആദ്യം നമുക്ക് തന്നിട്ടുള്ള ജീവിയാണ് മീന്. മീനിന് ഹിന്ദിയിൽ പറയുക മച്ച്ലി എന്നാണ്. അടുത്തതാണ് ഞണ്ട്. ഞണ്ടിന് ഹിന്ദിയിൽ ഖേക്കിട എന്ന് പറയും. പിന്നെ തൊട്ടടിയിൽ ഒരു മരം തന്നിട്ടുണ്ട്. മരത്തിന് നിറം നൽകിയ ശേഷം അതിന് തൊട്ടടുത്ത് നമ്മൾ അതിൻ്റെ പേര് എഴുതി ചേർക്കണം. മരത്തിന് പറയുക പേഡ് എന്നാണ്. നമുക്ക് ചെയ്യാനുള്ള അടുത്ത പ്രവർത്തനമാണ് ഖുഷിക്കോ ലക്ഷ്യ പർ പഹുഞ്ചായേ. ഖുഷിയെ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിപ്പിക്കണം. അപ്പോൾ നമുക്കിവിടെ 3 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. താലാബ്, ഘർ, ടോക്കരി.
അപ്പോൾ ഒന്ന് കുളമാണ്, പിന്നെ വീടാണ്, പിന്നെ ഒരു കൊട്ടയാണ്. അപ്പോൾ നമ്മുടെ ഖുഷിക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? താലാബിലേക്കാണ് പോകേണ്ടത്. നമ്മൾ കഥയിൽ വായിച്ചിട്ടുണ്ട് ഖുഷി നമ്മുടെ ബോളിനെ താലാബിലിടുന്നത്. അപ്പോൾ നമ്മുടെ ഖുഷിക്ക് പോകേണ്ടത് താലാബിലേക്കാണ്, അതായത് കുളത്തിലേക്ക്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഖുഷിക്ക് താലാബിലേക്കുള്ള വഴി ഇതിൽ നിന്നും കാണിച്ചു കൊടുക്കണം. തൊട്ടടിയിൽ ലിഗേം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചോദ്യം നൽകിയിട്ടുണ്ട്. ലിഗേം എന്ന് പറഞ്ഞാൽ എഴുതൂ. ഖുഷി ഓർ ബോൾ കഹാ ജാ രഹേ ഹൈ? ഖുഷിയും ബോളും എവിടേക്കാണ് പോകുന്നത്? ഉത്തരമാണ് താലാബ്. ഖുഷിയും ബോളും കുളത്തിലേക്കാണ് പോകുന്നത്. ചിത്ര ദേഖേ ലിഖേ. ചിത്രം നോക്കൂ, എന്നിട്ട് എഴുതൂ. ആദ്യം നമ്മൾ ഈ ചിത്രമൊന്ന് തിരിച്ചറിയണം, എന്നിട്ടാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ചിത്രത്തിലൊരു കുളം കാണാം. കുളത്തിൽ കൊക്കുണ്ട്, മീനുണ്ട്, തവളയുണ്ട്, പിന്നെ മരത്തിൽ ഒരു കുരങ്ങൻ ചേട്ടനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പ്രവർത്തനത്തിലേക്ക് കടക്കാം. 2 ചോദ്യം നൽകിയിട്ടുണ്ട്. യഹ് ക്യാ ഹെ? ഇതെന്താണ്? അതെ, ഇതൊരു താലാബാണ്. യഹ് താലാബ് ഹെ. ഇത് താലാബാണ്. പിന്നെ എന്താണ്? യഹ് കോൻ ഹെ? ഇവിടെ ആരൊക്കെയുണ്ട്? അപ്പോൾ നമ്മൾ ഈ ചിത്രത്തിൽ ആരൊക്കെയുണ്ട് എന്നതിവിടെ എഴുതി ചേർക്കണം. യഹ് മേണ്ടക് ഹെ, യഹ് മച്ഛലി ഹെ, യഹ് ബന്ദർ ഹെ. താലിക ദേക്ക് ചിത്രക്കോ രംഗ് ദേ. പെട്ടിക്കോളം നോക്കൂ, എന്നിട്ട് അതിനനുസരിച്ച് ചിത്രത്തിന് നിറം നൽകൂ. അപ്പോൾ നിങ്ങൾക്ക് തൊട്ട് താഴെയായിട്ട് ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. ആ ചിത്രത്തിന് നിങ്ങൾ നിറം കൊടുക്കേണ്ടത് ഈ പെട്ടിക്കോളത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പെട്ടിക്കോളം ഒന്ന് വായിച്ച് നോക്കാം. കച്ചു ആ. കച്ചു ആ എന്ന് പറഞ്ഞാൽ ആമയാണ്. ആമയ്ക്ക് നിങ്ങൾ ബ്രൗൺ നിറമാണ് കൊടുക്കേണ്ടത്. ബ്രൗണിൻ ഹിന്ദിയിൽ ബുര എന്ന് പറയുന്നു. അടുത്ത ആളാണ് മച്ചിലി. മച്ചിലിക്ക് നിങ്ങൾ മഞ്ഞ നിറം കൊടുക്കണം, അതായത് പീല. അടുത്ത ആളാണ് മേണ്ടക്. മേണ്ടക് എന്ന് പറഞ്ഞാൽ തവള. തവളയ്ക്ക് നിങ്ങൾ പച്ച നിറം കൊടുക്കണം. ഹര എന്നാണ് നമ്മൾ ഹിന്ദിയിൽ പറയുന്നത്. അടുത്ത ആളാണ് ഫൂൽ. ഫൂലിന് നിങ്ങൾ ചുവപ്പ് നിറമാണ് കൊടുക്കേണ്ടത്, അതായത് ലാൽ നിറം.